അപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അതിനൊന്നും തന്നെ സമയം കളയുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറി കേൾക്കാൻ പോവാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും അതിനൊക്കെ ആയിട്ട് ഒത്തിരി സമയമുണ്ട്. പക്ഷെ കഥകൾ കേൾക്കാനായിട്ട് ഇന്നേ കാലത്ത് നമുക്ക് എല്ലാവർക്കും നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമുക്ക് കഥ പറഞ്ഞു തരാനായിട്ട് മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അവർക്ക് തന്നെ കഥകൾ അറിയത്തില്ല. ആ അവസ്ഥയാണ്. അതായത് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ കഥകൾ കേൾക്കാൻ വന്നിരിക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും കഥകൾ കേട്ട് ആ കഥകളിലൂടെ അർത്ഥങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നാളെ വരുന്ന തലമുറയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്ന് പറഞ്ഞു വെച്ചാൽ അത് എന്താ ഒരു നല്ല രീതിയിലേക്ക് അല്ലാതെ വേറൊരു വഴിയിലോട്ട് പോകുന്ന തലമുറയെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഇപ്പൊ തന്നെ എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ താഴെ വരുന്ന ജനറേഷൻസ് ഒക്കെ, ഇപ്പൊ ഞാനായാലും എൻ്റെ കസിൻസ് ആയാലും ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ഞങ്ങളുടെ ഒരു കഴിഞ്ഞു വെച്ചാൽ ഇതിന് താഴത്തേക്ക് വരുന്ന ആൾക്കാർ അത് അവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പ്ലോർഡ് ചെയ്യാൻ പറ്റുന്ന പവർ ഉണ്ടല്ലോ അവരുടെ ഉള്ളിൽ വെച്ചിട്ട് അവർക്ക് ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദാറ്റ് എനർജി. അപ്പൊ അവർ കിട്ടുന്ന വഴിക്കൊക്കെ അവർ ചടപടാന്ന് അവർ പടക്കം പൊട്ടിക്കുന്ന പോലെ അവരെ എനർജി പൊട്ടിച്ച് കളയുകയാണ്. അവർക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെ അത് നേർവഴിക്ക് പോകാമെന്നോ അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ശരിക്കും പറയാച്ചാൽ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് നമ്മുടെ ഗൈഡൻസ് ആവശ്യമാണ്. അതിൽ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടൊന്നുമല്ല, ബട്ട് സ്റ്റിൽ വി ആർ വിത്ത് എൽഡർ ദാൻ ദം. അവരെക്കാട്ടിലും നമ്മൾ വലുതാണ്. അപ്പം നമ്മൾക്കാണ് എന്തെന്ന് പറയുന്ന ഉത്തരവാദിത്തം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട്. അപ്പോൾ സമയം വൈകിക്കാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന കഥ എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് സ്റ്റോറിയാണ്. ഒരുപാട് ടൈപ്പിലുള്ള സ്റ്റോറീസ് നമുക്ക് എവിടെ പോയാലും കേൾക്കാൻ പറ്റും. ഇപ്പൊ യൂട്യൂബിനകത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ബുക്കുകളുണ്ട്, മോറൽ വാല്യൂസിന്റെ ബേസിലുള്ള മോറൽ സ്റ്റോറീസിന്റെ ബുക്കുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ ചില സമയത്ത് ചില സ്റ്റോറീസ് മാത്രമേ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇന്ന് പറയണം. ഓക്കെ, എനിക്ക് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വളരെയധികം ഉണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഇന്ന് സ്റ്റോറി എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് ഒറ്റ ലാംഗ്വേജിലേക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഥ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ക്രിപ്റ്റ് ഓൾറെഡി ഉണ്ട്. ആ സ്ക്രിപ്റ്റിനെ ഞാൻ മലയാളത്തിലേക്ക് ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്ത് 5-6 തവണ ആ സ്റ്റോറി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് എനിക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ അതല്ലാതെ വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ നോർമലായിട്ട് എൻ്റെ ഡയറക്റ്റ് ഫ്രം ബ്രെയിൻ ആയിട്ട് വരികയാണ് അത് പ്രോസസ്സ് ചെയ്തിട്ട്. ട്രാൻസ്ലേഷന് എനിക്ക് അവിടെ ഒരു ടൈമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി കാര്യങ്ങളും ഡയറക്റ്റ് എൻ്റെ ബ്രെയിനിൽ നിന്ന് വന്ന് പറയുന്നതാണ്. ഇപ്പൊ ഈ കഥ കഴിഞ്ഞതിന് വെച്ചാലുള്ള മോറൽ ആ സംഭവങ്ങൾ ആ സൈഡൊക്കെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ സമയമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമയമില്ല. സോ ആരൊക്കെയാണോ ഇതിന് മുന്നേ എന്നോട് പറഞ്ഞത് മലയാളത്തിലേക്ക് സ്റ്റിക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് അവരോട് ആദ്യം തന്നെ ഞാൻ സോറി പറയാണ്. ബിക്കോസ് ഐ കാൺ ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ എൻ്റെ ബ്രെയിൻ വന്നിട്ട് നമ്മൾ നോർമൽ ലൈഫിൽ തന്നെ ഇപ്പൊ 3 to 4 ലാംഗ്വേജസ് നമ്മൾ ക്യാരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലാംഗ്വേജിൽ മാത്രം ബ്രെയിനിൽ തിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലയാളത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കേണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രം നമ്മളെ കൊണ്ട് തിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം, മലയാളത്തിൽ തിങ്ക് ചെയ്ത് മലയാളത്തിൽ സംസാരിക്കണം, തമിഴിൽ തിങ്ക് ചെയ്തിട്ട് തമിഴിൽ സംസാരിക്കണം. സോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റിക്ക് ടു വൺ. അതുകൊണ്ട് തന്നെ അതിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം ഒരു ലാംഗ്വേജിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം സ്പീഡിലായിരിക്കും പോയിട്ടുണ്ടാവുക. ഐ എം റിയലി സോറി. ഇനി കഥ കേൾക്കുന്ന സമയത്ത് കഥ വളരെയധികം സ്ലോയിലും വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഈ കഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു സെൻ മാസ്റ്ററുടെ ആണ്. അപ്പോൾ എന്താണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൊഫസർ എന്താണെന്ന് അല്ലെ. ഒരു പ്രൊഫസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ലൈക്ക് ഒരു പണ്ഡിതന്റെ ഒരു നമ്മുടെ ഇതൊക്കെ പറയാം എഡ്യൂക്കേഷൻ ലെവലിൽ പറയുകയാണെങ്കിൽ കുറച്ച് ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീച്ചർ ഒരു പ്രൊഫസർ വന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത് എവിടേക്ക് പോകാനാണ്, ഒരു സെൻ മാസ്റ്ററുടെ അടുത്തേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് നേരെ ഒരു സെൻ മാസ്റ്ററുടെ അടുത്തേക്ക് പോവാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആരോട് ചോദിക്കണം? സെൻ മാസ്റ്ററോട് ചോദിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ എടുത്തിടുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരിലും ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നത്? ഇല്ലെങ്കിൽ ആ ഈശ്വരനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാണ്? ഇങ്ങനെ എടുത്തെടുത്ത് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സെൻ മാസ്റ്റർ പരമാവധി പറ്റുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓരോ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഈ പ്രൊഫസർക്ക് അത് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആ ഒരു എങ്ങനെയെങ്കിലും ഇയാളെ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ ഇതെന്താണ് അവിടെ നടക്കുന്നതെന്ന്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആൾക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. കാരണം നമ്മളെ തേടി വന്നിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് അവർക്ക് കൊടുക്കണം. ഇപ്പൊ നമ്മൾ നോർമലായിട്ട് ഒരാൾ ഗസ്റ്റ് വീട്ടിലോട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ചായ കൊടുക്കും, ഇല്ലെങ്കിൽ വെള്ളം കൊടുക്കും. തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെള്ളം കൊടുത്താണ് അവരെ സ്വീകരിക്കുക. എന്നതിന് ശേഷം നമ്മൾ ചായ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. പക്ഷെ നമ്മൾ കേരളത്തിനകത്ത് നോർമലായിട്ട് എങ്ങനെയാ ചെയ്യുക? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചായ കൊടുക്കുന്നു, അവരെ ഇരുത്തുന്നു, എനിക്ക് ചായ കൊടുക്കുന്നു, നമ്മൾ അവരോട് സംസാരിക്കുന്നു, അവർക്ക് സ്നാക്സ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുന്നു, അങ്ങനത്തെ രീതിയിൽ. അപ്പൊ അതുപോലെ തന്നെ ഈ സെൻ മാസ്റ്ററും എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് ചായ കൊടുക്കുകയാണ്. അപ്പൊ ചായ അദ്ദേഹത്തിന്റെ ഈ പ്രൊഫസറിന്റെ കപ്പിലോട്ട് ഇങ്ങനെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിർത്തുന്നില്ല. ചായ ഗ്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്? തുളുമ്പി വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പ്രൊഫസർ ഇത് കണ്ടിട്ട് പറയാണ്, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? നോക്കി നിർത്തൂ, അത് വെളിയിലോട്ട് വരികയാണ്, ഇതിന്റെ ഡ്രസ്സിനകത്തേക്ക് ഇപ്പൊ ആവും, അതിനകത്ത് ചായ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോ അത് കേട്ടോണ്ട് പ്രൊഫസറോട് സെൻ മാസ്റ്റർ ഒരു കാര്യം പറയാണ്, ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥയും. ഇപ്പോ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും നിങ്ങൾ ഓൾറെഡി ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ബ്രെയിനകത്ത് ഒരു സ്ഥലവുമില്ല. എല്ലാ മുറികളും അവിടെ ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എന്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും ആ ക്ലോസ് ആയ ഡോറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് തട്ടിയിട്ട് എങ്ങോട്ടേ തിരിച്ചു വരത്തുള്ളൂ? എന്നിലേക്ക് എന്നെ തിരിച്ചു വരത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഉള്ളിനകത്തേക്ക് എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കഥകൾ തുറന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ നിന്നും നിങ്ങൾക്കൊരു മോറൽ എന്താ മനസ്സിലായത്? അതായത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇങ്ങനെയാണ്. നമ്മൾ ഒരുപാട് പേര് നമ്മൾ എന്തെങ്കിലും ഒരു സജഷൻസ് കിട്ടാനോ അല്ലെങ്കിൽ നമുക്കൊരു അഡ്വൈസ് കിട്ടാനോ ആയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലോട്ട് പോകാറുണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി നമ്മുടെ മൈൻഡ് ഫിക്സ് ചെയ്ത് നമ്മളൊരു സാധനത്തെ അവിടെ എത്തിച്ചു വെച്ചിട്ടാണ് നമ്മൾ വേറൊരാളുടെ ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരെന്ത് നമ്മളോട് പറഞ്ഞാലും നമുക്കത് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഫിക്സ്ഡ് ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പുതിയതായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് എടുക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിനെ ആദ്യം ഫ്രീ അപ്പ് ചെയ്യണം, സ്പേസ് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പുതിയതായിട്ട് നമ്മൾ പഠിച്ചാലും അത് ഉള്ളിലോട്ട് കയറുള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ നിങ്ങൾ മനസ്സിനകത്ത് വിചാരിക്കണം, ഓക്കെ, എനിക്കിത് ആവശ്യമായിട്ടുള്ളതാണ്, ഐ നീഡ് ടു ഫ്രീ അപ്പ് മൈ സ്പേസ് ഓൺ ബ്രെയിൻ, ദെൻ ഓൺലി ഐ ക്യാൻ ടേക്ക് ഇറ്റ്. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സോ സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കാനായിട്ടില്ല, എങ്കിലും അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അവര് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തൊരു സാധനം എടുക്കാൻ ഉള്ളിലോട്ട് ഇപ്പൊ ഒരു ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ അൺലേൺ ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്വഭാവം നമ്മൾ റീലേൺ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഓരോ ചീത്ത സ്വഭാവങ്ങളും നമ്മൾ മാറ്റിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊരു സാധനം എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ കയറ്റി വെച്ച സാധനങ്ങളെ നമ്മൾ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന സാധനത്തിന് അവിടെ അക്കോമഡേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് ഈ പുതിയ സാധനത്തിനെ അവിടത്തേക്ക് എടുത്ത്, അതായത് അവിടെയുള്ള സാധനത്തിനെ അൺലേൺ ചെയ്തിട്ട് ഈ പുതിയ സാധനത്തിന് നമ്മൾ റീലേൺ ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുതിയതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു കാര്യം. ഇനി ഇതിനെ നമുക്ക് വേറൊരു ഡയറക്ഷനിൽ കൂടി നമുക്ക് കാണാം. ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഓരോ ചാപ്റ്ററുകളാണ്, അല്ലെങ്കിൽ ഓരോ പേജുകളാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ പേജുകളാണ് ഓരോ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ആ പേജിനകത്ത് ചില ചാപ്റ്റേഴ്സ്, ആ പേജുകൾ കൊണ്ടുണ്ടായ ചില ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വ്യക്തിയെ പറ്റിയായിരിക്കും. ആ വ്യക്തി നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരുന്നു, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ആ വ്യക്തി പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സ്റ്റിൽ ആ ക്ലോസ് ചെയ്ത ചാപ്റ്ററിലേക്ക് സ്റ്റിക്ക് ചെയ്ത് നിന്നിട്ട് വേറെ ആർക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കത്തില്ല നമ്മുടെ മറ്റ് ചാപ്റ്റേഴ്സ്.
നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് തടസ്സം ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി, റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ആള് അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്, അല്ലാതെ ഇവിടെ വരുന്ന ചാപ്റ്റേഴ്സിനൊന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ദേ ആർ നോട്ട് തിങ്കിങ്. എന്താണ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത്? അവരെങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചാപ്റ്റർ ആയിരുന്നത്, അതുപോലെ നിങ്ങളും അവരുടെ ബുക്കിനകത്തൊരു ചാപ്റ്റർ ആയിരുന്നു. രണ്ടുപേരും എന്താണ് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് ജീവിതത്തിൽ എങ്ങനെയാ പോകേണ്ടത്, നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കഴിഞ്ഞതിന് വെച്ചാൽ ക്ലോസ് കഴിഞ്ഞു. ഇനി അവരടുത്തതിലേക്ക് പോകണം, അവർ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി അടുത്തതിലേക്ക് പോകണം. അതുപോലെ തന്നെയാണ് നമ്മളും. ഇത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് പേഴ്സണിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നെക്സ്റ്റ് പേഴ്സണിലേക്ക് ഞാനത് പറഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരാളുടെ ഞാൻ പഠിച്ചു, ഇനി എനിക്ക് മതി, ഇത് ബ്രേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ആളുകളിലേക്ക് പോവാം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ നിന്നും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. ക്ലോസ്ഡ് ആയ ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്ത് വെക്കുക. അതിന്റെ മോറൽ എന്താണെന്ന് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് അടുത്തൊരു ഘട്ടം വരുന്ന സമയത്ത്, സിമിലർ കൈൻഡ് വരുന്ന സമയത്ത് നമുക്ക് ഈ മോറൽ നോക്കിക്കൊണ്ട് ആ സംഭവം നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പറയാ എക്സ്പീരിയൻസിങ് ദ ലേണിംഗ്. ലേണിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ വരികയാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ലൈഫിനകത്തും ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ജീവിതം എന്താകത്തുള്ളൂ? സുന്ദരവും സുഖകരവും ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സുന്ദരവും സുഖകരവുമായിട്ട് ഇരിക്കട്ടെ. അടുത്ത തവണ കാണുന്നത് വരയ്ക്കും നമുക്ക് കാത്തിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണേ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എത്രത്തോളം ആവശ്യമായിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഈ വീഡിയോ ആവശ്യമായിട്ടുള്ള പല ആൾക്കാരും നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാകും. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ഇത് മാത്രമേ ഉള്ളൂ. അവർക്കൊരു താങ്ങായും തണലായിട്ടും നമ്മുടെ വാക്കുകളെ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും തന്നെ ഇപ്പൊ സ്ഥിതിക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഇപ്പൊ ഞാനായാലും അങ്ങനെ ഞാൻ തിങ്ക് ചെയ്യത്തുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് ഒരാളെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് പൈസ തന്നിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സഹായങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്തു തന്നിട്ടോ എന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷെ എന്റെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുമായിരിക്കും. സോ അതാണ് ഞാൻ അവിടെ വാല്യൂ ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോ ആർക്കൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്, ആർക്കൊക്കെ ഈ വീഡിയോയിലുള്ള വാല്യൂ ആവശ്യമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അവർക്കെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കാതെ ചെയ്യാം. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം. ബൈ.